പക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDF-ന്റെ പ്രവർത്തകർക്കും വിശ്രമമില്ല എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. കേരളം അതിന്റെ ചരിത്രപരമായ ഒരു ഘട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിലമ്പൂർ നൽകുന്ന സൂചന വളരെ കൃത്യമാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 തവണ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ പിണറായി വിജയന് വേണ്ടി കൈവന്നിച്ചതായിരുന്നു നിലമ്പൂരിന്റെ MLA. ആ നിലമ്പൂർ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഞങ്ങളുടെ പിന്തുണയില്ല. നിലമ്പൂരിനേക്കാളും എത്രയോ ചെറിയ മാർജിന് ജയിച്ച എത്രയോ സീറ്റ് കേരളത്തിനകത്തുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ ജനങ്ങള് വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ കഴിഞ്ഞ 7-8 വർഷക്കാലം ചങ്ക് പൊട്ടുമാറുത്തത്തിൽ പറഞ്ഞ കാര്യങ്ങള് ഒരു ഡോക്ടർ ഹാരിസ് തന്റെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചുവെങ്കിൽ ഇതുപോലുള്ള ഹാരിസുമാര് ഈ കേരളത്തിന്റെ അനേകം ഡിപ്പാർട്ട്മെന്റുകളിൽ ഹൃദയം നുറുങ്ങിയ വേദനയോടുകൂടി സർക്കാരിന്റെ നൂലാമാലകളിൽ ചട്ടങ്ങളിൽ സഹികെട്ടിരിക്കുന്നവരുണ്ട്. അവരൊക്കെ പുറത്തു വരും. ഇതുപോലുള്ള വെളിപ്പെടുത്തലുമായി ഇനിയുള്ള നാളുകളിൽ ഇവരൊക്കെ പുറത്തു വരും. ആ പുറത്തു വരുന്ന സത്യത്തിന്റെ വെളിച്ചത്തിന് മുമ്പിൽ പിണറായി വിജയനും വീണ വിജയനും മരുമകനും ഒക്കെ ഒലിച്ചു പോകുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ആതുരാലയ കേന്ദ്രങ്ങളെ സർക്കാർ സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കുന്ന ഈ നയം ഇത് നല്ലതിനല്ല എന്ന് മാത്രം നിങ്ങൾ ഉറപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹാരിസിനെ ഡോക്ടറെ പോലുള്ള ആളുകള് നിങ്ങളുടെ കേന്ദ്രങ്ങൾ ഇവിടെയല്ല. നിങ്ങൾ പോകേണ്ടുന്നത് സർക്കാർ മേഖലകളിൽ നിന്ന് മാറി സ്വകാര്യ മേഖലയിലേക്ക് പോയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുവാൻ സാധിക്കൂ എന്ന് ഇൻഡയറക്ടർ അവരെ അറിയിക്കുക. ഈ അനാസ്ഥക്കെതിരെ ഈ കുത്തഴിഞ്ഞ മെഡിക്കൽ മേഖല മാത്രമല്ല, ഇവിടെ നമ്മൾ നടത്തുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്ന വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഈ നാടിന്റെ സമസ്ത മേഖലകളെയും തകർത്തെറിഞ്ഞ ഈ സർക്കാരിനെതിരായുള്ള പോരാട്ടത്തിന് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ ഉജ്ജ്വലമായ സമരം നടത്തിയ ആ സമരത്തിലേക്ക് എല്ലാ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളെയും മാറ്റിവെച്ചു കൊണ്ട് കടന്നു വന്ന ആയിരക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ ഉജ്ജ്വലമായ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ ഷാഫി പറമ്പിൽ MP KPCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നു. ഇതിന് സ്വാഗതം പറയുവാൻ DCC ജനറൽ സെക്രട്ടറി ഷാജിദ് അറാഫത്തിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ആരോഗ്യ പരാജയത്തെ തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 14 ജില്ലകളിലും ഇതുപോലെ ധർണ നടക്കുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന 9 വർഷമായിട്ടും ഈ ആരോഗ്യ രംഗത്തെ തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരോഗ്യരംഗത്തെ തകർച്ചയെ തുടർന്ന് നിരവധി ധർണകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ തന്നെ സംഘടിപ്പിക്കാൻ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ MP MK രാഘവേട്ടൻ ഇവിടെ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഉപവാസം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള ഈ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് ലഭിക്കാത്തതിനെ തുടർന്നും ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്നുമാണ്. എന്നാൽ ഇന്ന് ഈ ധർണ ഇവിടെ നടക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ ആ മെഡിക്കൽ കോളേജ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കുറിച്ച്
പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം നമുക്കെല്ലാം കാണാൻ സാധിച്ചു. ഒരു മെഡിക്കൽ കോളേജിലും ഒരു മരുന്നും ലഭിക്കുന്നില്ല. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഞാൻ ഇവിടെ നേരത്തെ DCC പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ പ്രവീൺ കുമാറിനോട് പറയുകയുണ്ടായി. 10 ദിവസം മുമ്പേ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഈ ചികിത്സയ്ക്ക് വേണ്ടി ഈ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് എഴുതി കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷൻ, ആ പ്രിസ്ക്രിപ്ഷനുമായി ഈ മെഡിക്കൽ കോളേജിൽ മരുന്ന് ലഭിക്കാതെ വന്നപ്പോൾ ഈ കാണുന്ന കോഴിക്കോട് ജില്ലയിലുടനീളം, കേരളത്തിലുടനീളം ആ മരുന്നിന് വേണ്ടി ബന്ധപ്പെട്ടപ്പോൾ പോലും ആ മരുന്നുകളൊന്നും ലഭിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ലഭിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഒരു മരുന്നും നമുക്ക് ലഭിക്കുന്നില്ല, ഒരു ചികിത്സയും ലഭിക്കുന്നില്ല. അതിനെതിരെയാണ് ഇന്ന് കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള ഒരു ധർണ സംഘടിപ്പിച്ച് മുന്നോട്ടു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ വടകര MP, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ആണ് ഈ ധർണ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഒട്ടനവധി നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ധർണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ വടകര MPയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ ഷാഫി പറമ്പിൽ MP ആണ്. അദ്ദേഹത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ധർണയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് നിരവധി പരിപാടികൾ നടത്തി ആ പരിപാടികളെല്ലാം വിജയിപ്പിച്ച് ശക്തമായ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയങ്കരനായ DCC പ്രസിഡന്റ്, അദ്ദേഹമാണ് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ധർണയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ UDFന്റെ ചെയർമാൻ ശ്രീ ബാലനാരായണൻ, അദ്ദേഹത്തെയും ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ജയന്ത്, അദ്ദേഹത്തെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മുൻ DCCയുടെ പ്രസിഡന്റ് ശ്രീ KC അബു, ഉമ്മർക്ക, ചന്ദ്രേട്ടൻ, ശ്രീ രാമേന്ദ്രൻ മാസ്റ്റർ, സത്യൻ കടിയങ്ങാർ, അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള രാജേഷ്, കുഞ്ഞുമൊയ്തീൻ, പ്രമോദ്, അങ്ങനെ ബ്ലോക്കിന്റെ സെക്കൻഡ് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെയും ഈ ധർണയിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ധർണ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പുള്ള ധർണ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനം, ഏറ്റവും ക്രൗഡ്പുളറായ നേതാവ്, വടകരയുടെ MP ശ്രീ ഷാഫി പറമ്പിൽ, KPCCയുടെ ജനറൽ സെക്രട്ടറിയും AICC അംഗവുമായ അഡ്വക്കേറ്റ് K ജയന്ത്, മുൻ DCC പ്രസിഡന്റ് KC അബു സാഹിബ്, UDF ജില്ലാ ചെയർമാൻ K ബാലനാരായണൻ, KPCC അംഗങ്ങൾ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, സർവോപരി 24 മണിക്കൂറിന്റെ നോട്ടീസ് കൊണ്ട് ഈ പ്രതിഷേധ സമരത്തെ ധന്യമാക്കാനെത്തിയ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ സമരം നാടിനു വേണ്ടിയുള്ള സമരമാണ്. ഈ സമരം നീതി നിഷേധിക്കപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരം ആയിരക്കണക്കിന് സാധാരണക്കാരന് ആശ്രയമായ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ തകർക്കുന്നതിനെതിരെയുള്ള സമരമാണ്. നമുക്കറിയാം, നേരത്തെ ഷാജിലൂടെ പറഞ്ഞതുപോലെ, പ്രസംഗത്തിലെ DKTF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ദിനേശ് മണി പറഞ്ഞതുപോലെ, ഈ മെഡിക്കൽ കോളേജിന് മുമ്പിൽ നമ്മൾ നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ വെച്ചിട്ടാണ്
ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിലാണ് ഇടതുകാലിൽ നടത്തേണ്ട സർജറി വലതുകാലിൽ നടത്തിയത്. ഈ ആശുപത്രിയിൽ വെച്ചിട്ടാണ് കണ്ണിന് ചികിത്സിക്കാൻ വന്ന കുട്ടിയെ മൂക്കിന് ചികിത്സിച്ചത്. അതിനേക്കാളൊക്കെ ഉപരിയായി ഈ ആശുപത്രിയിൽ ജീവനക്കാരുണ്ടായിരുന്നില്ല. മറ്റു മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് പാറ്റേൺ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരുന്നു. ഇവിടെ ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല. MRI സ്കാനിംഗ് പ്രവർത്തിക്കുന്നില്ല. എക്സ്റേ മെഷീൻ പോലും പ്രവർത്തിക്കുന്നില്ല. ഇവിടുത്തെ ജീവനക്കാർ കൂട്ടമായി ഡോക്ടർമാരെ സ്ഥലം മാറ്റുകയാണ്. കോൺഗ്രസ് അതിനെതിരെ സമരം നടത്തി. ദിനേശ് പെരുമയുടെ നേതൃത്വത്തിലുള്ള HDS യൂണിയൻ സമരം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തി. സർവോപരി നമ്മുടെ ബഹുമാന്യനായ MP MK രാഘവൻ 24 മണിക്കൂർ നേരമാണ് ഈ വഴിയോരത്ത് കേരളത്തിൽ ഈ മെഡിക്കൽ കോളേജ് രോഗികളായി കടന്നത്. അന്ന് ഞാനും അദ്ദേഹത്തോടെ സമരത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട ദയനീയമായ കാഴ്ചയുണ്ട്. ഡയാലിസിസിന് വന്ന രോഗികളുടെ കിറ്റ് വാങ്ങാൻ വേണ്ടി രോഗികൾ തന്നെ പുറത്തെ മെഡിക്കൽ ഷാപ്പിൽ ആശ്രയിക്കേണ്ട അവസ്ഥ. ഇവിടെ മുറിവ് വെച്ച് കെട്ടാനുള്ള കല്ലുപ്പ് പോലും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ. മെഡിക്കൽ കോളേജിൽ രോഗി പോയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത് വലിയൊരു ഷീട്ടാണ്. അത് പ്രിസ്ക്രിപ്ഷൻ അല്ല, പുറത്തുനിന്ന് വാങ്ങുവാനുള്ള മരുന്നിന്റെ ലിസ്റ്റ്. അന്ന് ഞങ്ങൾ അതിരൂക്ഷമായ സമരം നടത്തി. അതിനുശേഷം ഇവിടെ ഒരു വിചിത്രമായ ഓർഡർ എങ്ങനെയുണ്ടാവും. അവിടെ തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തമുണ്ടായപ്പോൾ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടുന്ന നേതാക്കൾ ഞങ്ങളുടെ വന്നു. ആ തീപിടുത്തമുണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, അവിടുത്തെ കാഷ്വാലിറ്റി, അതിന്റെ ആ കെട്ടിടമുണ്ടാക്കിയ നിർമ്മാണത്തിലെ അപാകത നിരവധിയായി നമ്മളെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്നൊന്നും ചെവിക്കൊണ്ടില്ല. ദയനീയമായ ആ ദുരന്തമുണ്ടായപ്പോൾ അതിന് പ്രതിരോധ പ്രവർത്തനത്തിന് തടസ്സമായി നിന്നത് ആ കെട്ടിടത്തിന്റെ അപാകതയായിരുന്നു. ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞപ്പോൾ ആരും അത് കേട്ടില്ല. ഇവിടുത്തെ പുതിയ ബ്ലോക്ക്, ആ ബ്ലോക്ക് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പരിശ്രമഫലമായിട്ടാണ് ആ ബ്ലോക്ക് യാഥാർത്ഥ്യമായത്. അന്ന് നമ്മൾ പറഞ്ഞു, പ്രിയപ്പെട്ട നിയാസ് വക്കീൽ കടന്നു വരുന്നു, അദ്ദേഹം സ്വാഗതം ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞു കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഇവിടെ തന്നെ ആരംഭിക്കണമെന്ന്. പക്ഷേ പഴയ സ്ഥലത്താണ് ഇപ്പോഴും കാഷ്വാലിറ്റി ആരംഭിക്കുന്നത്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം അത്യാഹിതത്തിലാണ്. ഇതിനിടയ്ക്കാണ് കുറെ ഡോക്ടർമാരെ കൂട്ടമായി സ്ഥലം മാറ്റി. ഒരു വിചിത്രമായ ഓർഡർ ഇറങ്ങി. ഞാൻ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റെയും ഷാഫി പറമ്പിൽ MPയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, പ്രതിപക്ഷ ശ്രദ്ധയിൽപ്പെടുത്തി. എന്താണെന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ഈ ഡോക്ടർമായി തസ്തികയിലേക്ക് ഡോക്ടർമാരെയും നഴ്സുമാരെയും ഫാർമസിസ്റ്റുകളെയും അവൈലബിൾ ഏജൻസി മുഖാന്തരം നിയമിക്കണമെന്നും. ആ നിയമനം നടന്നിട്ടില്ല. ഡോക്ടർമാർ സ്ഥലത്തുമില്ല. ഇന്ന് കേരളത്തിൽ ഇത്തരമൊരു പ്രതിഷേധം പെട്ടെന്ന് ഉയർന്നു വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആരിസിന്റെ വെളിപ്പെടുത്തലാണ്. ഡോക്ടർ ആരിസിനെ പോലത്തെ ഒരുപാട് ആത്മഹത്യ ഡോക്ടർമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. ഞാൻ ആരുടെയും പേര് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. എത്രയോ നിസ്സാർത്ഥരായ ഡോക്ടർമാരുണ്ട്. അവർ ദയനീയമായി ഞങ്ങളുടെ മുന്നിൽ കൈമറത്തുകയാണ്. പല രോഗികൾക്കും മരുന്ന് വാങ്ങാനായി സ്വന്തം പോക്കറ്റിൽ നിന്നും പണം കൊടുക്കുന്ന നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷെ അങ്ങനെ നിസ്വാർത്ഥമായി സേവനം നടത്തുന്ന ഡോക്ടർമാരുള്ള ഈ മെഡിക്കൽ കോളേജിനെയും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ DMEയുടെയും DHSന്റെയും കീഴിലുള്ള ആരോഗ്യവകുപ്പ്, ആ DMEയുടെ കീഴിലുള്ള മെഡിക്കൽ ഡോക്ടർമാർ, DHSന്റെ കീഴിലുള്ള ആരോഗ്യ ഡോക്ടർമാർ, എല്ലാ ഡോക്ടർമാർക്കും ഒരേ ശബ്ദമാണ്. പക്ഷേ സർവീസ് ചട്ടത്തിന്റെ പരിമിതി അറിവുള്ള അവരാരും ശബ്ദിക്കുന്നില്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുള്ളത്. ഈ ആശുപത്രിക്കകത്തുള്ള ഓരോ സംഭവം അറിയുന്നത് അവർ ഓരോരുത്തർക്കുമാണ്. ഓരോ ഡോക്ടർമാരും ഞങ്ങൾ പറയുന്നു, എങ്ങോട്ടെത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം അത്യാഹിതമാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി മാറിയിരിക്കുന്നു. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകളിലൊക്കെ മെഡിക്കൽ കോളേജ് കൊടുത്തു. എന്നാൽ പിണറായി വിജയൻ ഉള്ള മെഡിക്കൽ കോളേജ് എങ്ങനെ പൂട്ടാമെന്ന് വീണ ജോർജിനെ വെച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, CPM കാരനെ പോലെ മെഡിക്കൽ കോളേജ് അടിച്ചു പൊളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഇല്ല. പക്ഷേ ഈ പ്രതിഷേധം ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗികളുടെ ആശാകേന്ദ്രമായ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പഴയ രീതിയിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഇനി അനിശ്ചിതകാല സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട്
കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വിഷയം ബഹുമാനപ്പെട്ട എംപിയുടെ ശ്രദ്ധയിൽ ഒന്നുകൂടി പെടുത്തുന്നു. മറ്റെല്ലാ മെഡിക്കൽ കോളേജിനേക്കാളും ദയനീയമായ അവസ്ഥ. കാരണം ഈ മെഡിക്കൽ കോളേജ് നിയന്ത്രിക്കുന്നത് കോഴിക്കോട്ടെ CPM പാർട്ടിയാണ്. ആ CPM പാർട്ടിയും ഇവിടുത്തെ ആശുപത്രി, സ്വകാര്യ ആശുപത്രി ലോബിയുമായി ബന്ധമുണ്ട്. ഇവിടുത്തെ CPM ലോബിയും ഇവിടുത്തെ സ്വകാര്യ സ്കാനിംഗ് സെന്ററുമായി ബന്ധമുണ്ട്. ഇവിടുത്തെ CPM ലോബിയും ഇവിടുത്തെ പുറത്തുള്ള മെഡിക്കൽ മരുന്ന് ഷാപ്പിന് ബന്ധമുണ്ട്. ആ സ്വകാര്യ ലോബികൾക്ക് വേണ്ടി ഈ മെഡിക്കൽ കോളേജ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പാർട്ടി ലോബി എന്ന് ഞങ്ങൾ നിരന്തരമായി പറയുന്ന ആരോപണം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകം നടക്കുന്ന ഈ സമരത്തിൽ കോഴിക്കോട്ടെ കോൺഗ്രസ് അതിശക്തമായി പങ്കെടുക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഉജ്ജ്വലമായ ധർണ, പ്രതികൂലമായ കാലാവസ്ഥ, 24 മണിക്കൂർ മുമ്പാണ് വർക്കിംഗ് ബസ് KP അറിയിക്കുന്നത്. എന്നിട്ട് പോലും ഈ ധർണ ഒരു വലിയ പരിപാടിയാക്കി മാറ്റി എല്ലാവരെയും അഭിവാദം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ ബഹുമാന്യനായ ഷാഫി പറമ്പിൽ MPയെ KPCC വർക്കിംഗ് കമ്മിറ്റിയെ സമസ്ത ബഹുമാന പുരസ്കാരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ധർമ്മസമരത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ അവറുകൾ, വേദിയിലുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത്, പ്രിയങ്കരനായ KPCC ജനറൽ സെക്രട്ടറി ശ്രീ PM നിയാസ് അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ K. ബാലനാരായണൻ അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ KC അബു അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ VM ചന്ദ്രൻ അവറുകൾ, K. രാമേന്ദ്രൻ മാസ്റ്റർ, ശ്രീ K. ഉമ്മർ അവറുകൾ, പ്രിയപ്പെട്ട ബാലകൃഷ്ണ കിടാവ്, ശ്രീ ദിനേശ് മണി അവറുകൾ, പ്രിയപ്പെട്ട വിദ്യാ ബാലകൃഷ്ണൻ, പ്രിയപ്പെട്ട K. അഭിജിത്ത്, പ്രിയപ്പെട്ട ഗൗരി പുതിയടത്ത് VT സൂരജ്, പ്രിയപ്പെട്ട നാണുമാഷ്, പ്രിയങ്കരിയായ KC ശോഭിത, മറ്റ് ഷാജർ ഉൾപ്പെടെ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യരും പ്രിയങ്കരുമായ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ശ്രീ സത്യൻ കടിയങ്ങാട് അവറുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യരും പ്രിയങ്കരുമായ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള സമരസജ്ജരായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയങ്കരായ സഹപ്രവർത്തകർ, ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ മാധ്യമ പ്രവർത്തകർ, നാട്ടുകാർ, ഈ സമരത്തിൽ പങ്കുചേരാനായി വന്നിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനകളിലെ പ്രിയങ്കരായ ഭാരവാഹികൾ, നേതാക്കന്മാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാർ, DCC പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിലും അതുപോലെ സ്വാഗത പ്രാസംഗിലും ഇവിടെ മുമ്പ് പ്രസംഗിച്ച പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് K. ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ അനിവാര്യതയെ സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. സമരത്തിന്റെ അനിവാര്യത മറ്റൊരാളും സൂചിപ്പിക്കാതെ തന്നെ ബോധ്യപ്പെടുന്ന ജനതയാണ് കേരളത്തിൽ ഉടനീളമുള്ളത് എന്നുള്ളത് ഈ സംഭവ വികാസങ്ങൾ ഓരോന്നും നമ്മളോട് പറയുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ നിരവധി തവണ ഈ ആവശ്യങ്ങളെ ഈ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് നിന്ന്, ഇതിന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിന്ന്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ, പത്രസമ്മേളനങ്ങളിൽ, സമരങ്ങളിലൊക്കെ കോൺഗ്രസും UDFും നിരന്തരം ഈ സർക്കാരിനെ ഉണർത്തിയിരുന്നതാണ് എന്നുള്ളത് ഒരാൾക്കും മറക്കാനും കഴിയില്ല. അവ അങ്ങനെ ഉണർത്തുമ്പോഴും ഉറക്കം നടിക്കുന്ന സർക്കാർ ഉണരാൻ വൈകിയതും ഉണരാൻ മടിച്ചതിന്റെയും പേരിൽ ഈ പ്രശ്നങ്ങൾ നിരന്തരം തുടർന്നതിന്റെ പേരിലാണ് ഡോക്ടർക്ക് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത്. ഞാൻ ആ പോസ്റ്റിനെ കാണുന്നത് ഒരു ഡോക്ടർ ഗതികേട് കൊണ്ട് എഴുതിപ്പോയ വാചകങ്ങൾ മാത്രമായിട്ടല്ല. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണുന്നത് നിലമ്പൂര് പോലൊരു തെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും ഭരണവിരുദ്ധ വികാരം അതിന്റെ അങ്ങേത്തലയിലെത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ, അതിന്റെ പേരിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് CPM തോറ്റത് എന്ന് കേരളത്തിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, ഒരു ന്യായീകരണവുമില്ലാത്ത ഒരു പരാജയത്തെ പോലും ന്യായീകരിച്ച് സർക്കാരിന്റെ ചട്ടങ്ങൾ മറികടന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഒരു സാധാരണ സൈബർ സഖാവിന്റെ നിലവാരത്തിലേക്ക് വന്ന് അവിടെ നിന്ന് UDFന്റെ ജയത്തെ
അതിനെ താറടിച്ച് കാണിക്കാനും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് 66,000 വോട്ട് ലഭിച്ച സ്വരാജിന്റെ വോട്ടിന്റെ നേട്ടമാണെന്നും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ജയിച്ച ആര്യാടൻ ഷൗക്കത്തിന്റെ അല്ല, അതും സ്വരാജിന്റെയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടി വന്ന, ഞാൻ പറയുന്നു, ഡോക്ടർ മാത്രമല്ല, ഒരു കറകളഞ്ഞ സഖാവിന്റെ മാനസികാവസ്ഥയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ ഒരു വിലയിരുത്തൽ മാത്രമല്ല, ഒരു ഡോക്ടറുടെ വിലയിരുത്തൽ മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിനെ പറ്റിയുള്ള ഒരു സഖാവിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുമോ? ഞാൻ പറയുന്നു, ഒരു സഖാവിന് അങ്ങനെ പറയേണ്ട അവസ്ഥയുണ്ടാക്കിയ ഭരണകൂടത്തിന്റെ പേരാണ്, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്നിട്ട് ഭീഷണിപ്പെടുത്തിയ പോസ്റ്റ് പിൻവലിപ്പിച്ചു. പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ അവസാനത്തെ വാചകം, ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് കാര്യം എന്നുള്ളതാണ്. ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് കാര്യം എന്നുള്ളത്. ഞാൻ ഡോക്ടറായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല, ഞാൻ അതിന്റെ യൂറോളജിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല. ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്ന് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ, സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരാളെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ പറയിപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് കേരളത്തെ നയിച്ച ഈ ഭരണകൂടത്തെ ചുമന്ന് മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതൊരു അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിത്തോക്ലാസ്റ്റ് മെഷീൻ അവിടെ ഉണ്ടെന്നാ മറുപടി പറയുന്നത്. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജയന്ത് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിന്റെ അറ്റത്ത് ഈ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന സൂചിയാണെന്ന് പറയുന്നു, പ്രോബ്. ആ പ്രോബ് 40 50 തവണയാണ് ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നു. അതിന് 10 38,000 രൂപ കൊടുത്തത് ഉപയോഗിച്ചാൽ അത് 40 50 തവണ ഉപയോഗിച്ചു കഴിയുമ്പോ അത് പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമെന്ന് പറയുന്നു. അപ്പൊ പിന്നെ പുതിയത് വേണം. അത് കിട്ടാൻ വേണ്ടി പലരുടെയും കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ഡോക്ടർ, യൂറോളജിയുടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ ഹെഡ്, മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ മുന്നിൽ, ആരോഗ്യമന്ത്രിയുടെ കൈയെത്തുന്ന ദൂരത്ത്, അവിടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ ഹെഡ് ഈ പ്രോബ് കിട്ടാൻ വേണ്ടി കത്ത് കൊടുക്കുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ഡിപ്പാർട്ട്മെന്റിലെ പലരെയും ബന്ധപ്പെടുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. മന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെടുന്നു, ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടത്തേണ്ടി വന്നു എന്നുള്ളത് അവിടെ ആളുകൾ വ്യക്തമാക്കുന്നു. ഈ ആവശ്യത്തിന് വരുന്ന ആളുകളിൽ നിന്ന് ഷെയറിട്ട് പണം പിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഡോക്ടർമാരെ ഇവർ കൊണ്ടുപോവുകയാണ്. അത് നാളെ വല്ല വിജിലൻസ് അന്വേഷണവും വന്നാൽ അതുമൂലമുണ്ടാകുന്ന ചീത്തപ്പേരും അപമാനമായവും മറികടന്നിട്ടും അത് ചെയ്യേണ്ടി വരുന്നത് വേദന കൊണ്ട് പൊളഞ്ഞു വരുന്ന ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ 8 മാസം അപ്പുറമുള്ള ഡേറ്റ് എഴുതി കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു ചേർന്നതിന്റെ പേരിൽ അങ്ങനെ ചെയ്തു നോക്കി. PF-ന്റെ പെൻഷൻ കിട്ടുന്ന പൈസ ഇതിനുവേണ്ടി നീക്കിവെച്ച് അവിടുന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറെ പറ്റി ഇപ്പൊ നമ്മൾ വായിക്കാനിടയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അവസാനം ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അയാൾ തന്നെ പറയുന്നു, ടൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോ പോവാറില്ല, എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഈ പൈസ, ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി നീക്കിവെക്കുന്നു എന്ന് ആ ഡോക്ടർ പറഞ്ഞു വെച്ചെടുത്ത് ഒരു ലേശം മനസാക്ഷി ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനസാക്ഷിയില്ല, ഒരു മനസാക്ഷി കുത്തില്ല, ഒരു സൂചി വാങ്ങാൻ പണം കൊടുക്കാനില്ല. പക്ഷെ ഇവരുടെയൊക്കെ PR വർക്ക് നടത്താൻ മാസം ശമ്പളം കൊടുക്കാൻ, ഞാൻ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുന്നവന് മാസം 78,000 കൊടുക്കാനുണ്ട്. അതുകൊണ്ട് 2 സൂചി 40 50 തവണ ഉപയോഗിച്ചാൽ 100 രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് പോലും മറക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ ആ ഡോക്ടർ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അയാൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു രോഗി, ഞാൻ സത്യം പറയും, ഇതിന്റെ വേദന എന്താണെന്നുള്ളത്
അനുഭവിച്ചറിഞ്ഞവരാണ് പലരും, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ. അങ്ങനെ വരുന്ന ഒരാളോട് 8 മാസം കഴിയട്ടെ, 9 മാസം കഴിയട്ടെ, 6 മാസം കഴിയട്ടെ, അല്ലെങ്കിൽ പൈസ പിരിച്ചിട്ട് വാ, അല്ലെങ്കിൽ രോഗികളുമായി ഷെയർ പിരിച്ചിട്ട് വാ. സാറേ, രോഗിയാണ്, ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നവനല്ല. പാവപ്പെട്ട രോഗി വേദന കൊണ്ട് വരുന്നവനാണ്. ഷെയർ ഇട്ട് പിരിച്ചിട്ട് ഇത് വരാൻ പറയാൻ, ഓപ്ഷൻ തരാൻ, ആളെ തരാനുള്ള അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത നിങ്ങള് നമ്പർ വൺ എന്ന് തള്ളി മറിച്ചിട്ട് ഈ പാവപ്പെട്ട രോഗിയുടെ അവസ്ഥ ഈ തലത്തിലേക്കാക്കി മാറ്റിയതിന് വല്ല ന്യായീകരണവും പറയാനുണ്ടോ? എന്ത് പറഞ്ഞാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ നിങ്ങളുടെ മറുപടി? പരമാവധി ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് എത്ര DCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, എത്ര വേദനയോടെ പറഞ്ഞത്. ഞാൻ ഇപ്പൊ രാവിലെ ഇവിടെ വരുമ്പോ രാവിലെ വിഷ്ണുവേട്ടം വിളിക്കുക, PC വിഷ്ണുനാഥ്. കുണ്ട്രയിലെ ഒരു കോളനിയിൽ 25 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. ഒരു കോളനിയിലെ 25 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഇവരെല്ലാം ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. നിങ്ങള് രോഗികളുടെ എണ്ണം കൂടുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കാൻ പണം തികയുന്നില്ല, പണമില്ല, കടം മേടിക്കാൻ പോലും കഴിയുന്നില്ല. പണമാണ് ഇവിടെയും വരുന്നത്. ഞാൻ ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട ഡോക്ടർമാരെ തള്ളിപ്പറയുന്നില്ല. ഇവിടുത്തെ സ്റ്റാഫിനെ, ഇവിടുത്തെ കാര്യങ്ങൾ പാവപ്പെട്ടവരുടെ മുമ്പിൽ തങ്ങളാലാവും വിധം കഠിനാധ്വാനം ചെയ്യുന്ന ഈ പാവപ്പെട്ട ആളുകളെ അവരോടുള്ള എല്ലാ ബഹുമാനവും ആദരവും വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ കൊടുക്കാൻ പൈസ ഇല്ലാതെ ഇവിടുന്ന് വരുന്നവന്റെ മുമ്പിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നോട്ട് അവൈലബിൾ. ഒരു മരുന്നിന് വേണ്ടി ലിസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് അവൈലബിള്. DHSന്റെ സൊസൈറ്റിയിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് അധികം നോട്ട് അവൈലബിളാ. പുറത്തുപോയി വാങ്ങിക്കൊടുക്കാൻ. ഞാൻ പറയുന്നു, കേരളത്തിലെ ഭരണത്തിന്റെ അവസ്ഥയും അതാണ്, നോട്ട് അവൈലബിൾ. കേരളത്തിൽ ഇപ്പൊ ഒരു ഭരണമില്ല എന്നുള്ളത് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ്. കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ ഇപ്പൊ ഇല്ല. ഈ നോട്ട് അവൈലബിളും കൊണ്ട് ഇൻഷുറൻസ് കിട്ടുന്നവന്റെ ആനുകൂല്യം കിട്ടുന്നവൻ, ട്രൈബലായിട്ടുള്ളവരുടെ ആനുകൂല്യം കിട്ടുന്നവൻ, ലോക്കൽ പർച്ചേസിന്റെ സ്കീമിൽ പെടുന്നവർ, അതിലൊന്നും ഈ സാധനം കിട്ടാതെ ആളുകൾ പുറത്തേക്ക് നെട്ടോട്ടം ഓടേണ്ടി വരുന്നു. കോടിക്കണക്കിന് രൂപ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ഈ 25 കുടുംബം, 25 ആൾക്ക് ഒരു കോളനിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അവര് ജില്ലാ ആശുപത്രിയിൽ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജില്ലാ ആശുപത്രിയിൽ പോയി. എന്നിട്ട് അതിൽ 2 കുട്ടികൾക്ക് 3 കുട്ടികൾക്ക് രോഗം മൂർച്ഛിച്ചു. അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 19ഉം 17ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ മഞ്ഞപ്പിത്തം ബാധിച്ച് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട് 3ാമത്തെ കുട്ടിക്ക് 13 വയസ്സുള്ള ആൺകുട്ടിക്കും രോഗം മൂർച്ഛിച്ചു. ഇതറിഞ്ഞ കുണ്ടറയുടെ MLA PC വിഷ്ണുനാഥ്, അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് പോയി. ആ കുടുംബത്തെ ബന്ധപ്പെട്ടു. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറാൻ പൈസയില്ല. 2 കുട്ടികളും മരണപ്പെട്ട, മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ട തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ തന്റെ 3ാമത്തെ കുട്ടിയെയും നോക്കേണ്ടി വരുന്ന ഒരു രക്ഷിതാവിന്റെ മനസ്സ് തിരിഞ്ഞു നോക്കാൻ ഈ ഗവൺമെന്റിന് ആരും ഉണ്ടായില്ല. MLA അവിടെ ചെന്ന് ആ ചികിത്സ ഏറ്റെടുത്ത് ആ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. ആ ചികിത്സാ ചെലവ് നോക്കിക്കോളാന്ന് പറഞ്ഞു. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടി? ഇത്ര ഗുരുതരമായ സാഹചര്യം വന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടാവുന്നില്ല. ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കും, ഇപ്പൊ എന്നോട് ഇവിടുന്ന് പറഞ്ഞതാ, ഇവിടെ മെഡിക്കൽ കോളേജിൽ MRI യൂണിറ്റ് ഇല്ല. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു MRI യൂണിറ്റ് ഇല്ല എന്നുള്ളത് ഇപ്പൊ വേദിയിൽ നിന്ന് ഇവിടെ പ്രിയപ്പെട്ടവരെന്നെ അറിയിക്കുന്നു. അപ്പൊ അവിടുന്ന് വരുന്നവർ എവിടേക്ക് അയക്കുന്നത്? KHRWSലേക്ക് പോകാൻ പറയുന്നു. 5ഉം ഇല്ല. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇതിനൊരു ഒരു രോഗി ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഒരു രോഗി എങ്ങനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ICUവിൽ ഒരു പ്രിയപ്പെട്ട സഹോദരി പീഡിപ്പിക്കപ്പെട്ട മെഡിക്കൽ കോളേജായിട്ട് ഇവിടെ മാറിയപ്പോ ആ സഹോദരിക്ക് അനുകൂലമായി മൊഴി കൊടുത്തതിന്റെ പേരിൽ ഒരു സിസ്റ്ററെ സ്ഥലം മാറ്റിയ, ട്രാൻസ്ഫർ ആക്കിയ നാടുകെട്ട ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ?
ICUവിൽ ജീവൻ രക്ഷിക്കാൻ വരുന്നവരുടെ മാനം കവരുന്ന അവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അവസ്ഥകൾ മാറുമ്പോ അതിൽ മൊഴി കൊടുത്ത സിസ്റ്ററുടെ ട്രാൻസ്ഫർ ഓർഡർ ഒപ്പിടാൻ കാത്തിരിക്കുന്നവരുടെ എക്സിറ്റ് ഓർഡർ കേരളത്തിലെ ജനങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിലമ്പൂരിൽ കണ്ടത് അത് തന്നെയാണ്. നിലമ്പൂരിലെ ഞങ്ങളുടെ ജയം അത് പരിപൂർണമായും ഈ ഗവൺമെന്റിനോടുള്ള വിയോജിപ്പാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിഹ്നത്തിൽ നിങ്ങൾ മത്സരിച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങളും നിങ്ങളുടെ സ്പോൺസേഡ് നാവുകളും തള്ളിമറിച്ചിട്ട് അവിടെ 11,000-ലധികം വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഘടകത്തിന്റെയും പേരിലല്ല. ഏത് പഞ്ചായത്ത് നിങ്ങളെടുത്തോ കരുളായിൽ പോലും CPM ലീഡ് ചെയ്തത് 100 വോട്ടിനാണെന്ന് പറയുമ്പോ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരുപോലെ ഉയർന്നു നിന്ന വികാരം ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളുടെ ശ്രദ്ധ അതിലൊന്നുമല്ല. ആ കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നുമില്ല എന്നുള്ളത് കാര്യം ഒരു സംശയം വേണ്ട. ഇവിടുത്തെ പ്രശ്നം ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണോ? രാഘവേട്ടൻ നിരവധി സമരം നടത്തിയിട്ടില്ലേ? DCC നിരവധി സമരം നടത്തിയിട്ടില്ലേ? രാഘവേട്ടൻ ഇവിടെ നിരാഹാരം കിടന്നിട്ടില്ലേ? ഇവിടുത്തെ ചികിത്സയുടെ ഉപകരണങ്ങളുടെ പേരിൽ, മരുന്നിന്റെ പേരിൽ, സാധാരണ രോഗികൾക്ക് അത് നിഷേധിക്കുന്നതിന്റെ പേരിൽ ഇവിടുത്തെ MP ഇതിന്റെ മുന്നിൽ നിരാഹാരം കടന്നിട്ടില്ലേ? ആ തീപിടുത്തം കഴിഞ്ഞിട്ട് ആ കാഷ്വാലിറ്റി യൂണിറ്റിന്റെ കാര്യം ഇതുവരെ എന്തായി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് ഇവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജും ഏത് ആശുപത്രിയും ജീവൻ രക്ഷിക്കാൻ പോകുന്നവൻ അവൻ ഇൻഷുർഡ് അല്ല. അവിടെ ചെന്നിട്ടുള്ള ജീവനും കൂടെ പോവോ എന്ന് ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത് ഈ ഗവൺമെന്റ് തിരിച്ചറിയുന്നുണ്ടോ? ഒരു പ്രസിഡന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് ഇക്കഴിഞ്ഞ 9 വർഷം കൊണ്ടുണ്ടായതല്ല. അത് കേരളം കാലാകാലങ്ങളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടമാണ്. അതിന്റെ PR സാധ്യതകൾ തേടുമ്പോ ഇവിടുത്തെ ജീവൻ പ്രശ്നങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ആ PR എക്സസൈസിൽ കിട്ടുന്ന അഡ്വാൻറ്റേജും അതുവഴി ക്രിയേറ്റ് ചെയ്യുന്ന പെർസെപ്ഷനും മാത്രം മതി എന്നുള്ള ചിന്ത ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് പിടികൂടിയിരിക്കുന്ന ഗുരുതരമായ രോഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട രോഗികളുടെ ക്ഷേമമല്ല, ഇവിടുത്തെ ജീവനക്കാരുടെ അവരുടെ കാര്യങ്ങളല്ല, ആശുപത്രികളുടെ വികസനമല്ല. ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനെ പിടികൂടിയിരിക്കുന്ന മാറാരോഗം PR അഡിക്ഷൻ ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് മന്ത്രിതലത്തിൽ നിൽക്കുന്ന ആളുകൾ അവര് കാണിച്ചു കൊടുത്തിരിക്കുന്ന മാതൃക. അത് പിൻപറ്റാനാണ് 5 വർഷത്തിന് ശേഷം വന്ന പുതിയ ആളും ശ്രമിച്ചത്. അതിനപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനല്ല. അതുകൊണ്ട് ഇത് ഒരു ജീവൽ പ്രശ്നമായിട്ടാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ സമരമല്ല. ചികിത്സാ രംഗത്ത് പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് തലത്തിൽ ചെലവഴിക്കുന്നത് 32% കേരളത്തിൽ. നിങ്ങൾ ഓർക്കണം, 32%. തമിഴ്നാട്ടിൽ അത് 52% സർക്കാർ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന പണം. കർണാടകയിൽ അത് 43%. ആസാമിൽ അത് 64%. ഹിമാചൽ പ്രദേശിൽ അതിൽ 57%. ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു വരികയാണ്. സർക്കാർ ഇതിന്റെ ബജറ്റ് വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക പോലും മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് വേണ്ടി എല്ലാ വർഷവും ഉപയോഗിക്കുന്നില്ല എന്ന കണക്കുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. മാധ്യമങ്ങൾ തന്നെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. മന്ത്രി തന്നെ ബജറ്റ് വിഹിതത്തെ സംബന്ധിച്ച് പറഞ്ഞത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഇവരുടെ പ്രയോറിറ്റി എന്താണ്? ജീവൻ രക്ഷിക്കാൻ വരുന്നവന്റെ ഒരു സാധാരണക്കാരന്റെ മുഖം ഇവരുടെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമെന്ന് നിൽക്കുന്നില്ലെങ്കിൽ കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികളെ അട്ടിമറിക്കാൻ മാത്രം താല്പര്യം കാണിക്കുന്നവർക്കെതിരെ ഈ നാടിന്റെ ജനരോഷമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്.
അതാണ് KPCCയുടെ ആഹ്വാന പ്രകാരം കേരളത്തിന്റെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിലും ഏറ്റെടുക്കുന്നത്. പിണറായി വിജയന്റെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു. ആരോഗ്യമന്ത്രി അനാരോഗ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു വകുപ്പായി മാറിയിരിക്കുന്നു. വകുപ്പിനെയും മന്ത്രിയെയും PR അഡിക്ഷൻ എന്ന മാറാരോഗം അത് പിടിപെട്ടിരിക്കുകയാണ്. ആ രോഗം ഇവർക്ക് മാറുമെന്ന് കരുതുന്നില്ല. കാരണം അതാണ് തന്റെ നിലനിൽപ്പെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നത്. ആ സന്ദേശം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിലേക്കും നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ കൂരിയാട് തകർന്നടിഞ്ഞ പാലത്തിന്റെ പ്രദേശം ഒന്ന് സന്ദർശിക്കാൻ പോലും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് സമയവും താല്പര്യമില്ലാത്തതുപോലെ ഇവിടുത്തെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിനും താല്പര്യമില്ല. പേവിഷബാധ ഏൽക്കാതിരിക്കാൻ വാക്സിന് വേണ്ടി കരയുന്ന ആളുകൾ ആദ്യം പറഞ്ഞു വാക്സിൻ കിട്ടുന്നില്ല. പിന്നെ വാക്സിൻ കിട്ടിയിട്ടോ വാക്സിൻ അടിച്ച ആളുകൾ എത്ര കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെട്ടു. ഇപ്പൊ അടുത്തും വാക്സിൻ കുത്തിവെപ്പ് നടത്തിയതിന് ശേഷവും ഇവിടെ ആളുകൾ മരണപ്പെടുകയാണ്. ഈ സർക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വാക്സിൻ കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ ദുരവസ്ഥക്കെതിരെ നിങ്ങൾ നടത്തുന്ന സമരം അതൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് തുടർച്ച ഉണ്ടാകും. തിരിഞ്ഞു നോക്കാത്ത, സാധാരണക്കാരന്റെ വേദനയെ ഗൗനിക്കാത്ത, അവന്റെ പ്രയാസങ്ങളിൽ ഇടപെടാത്ത കേരളത്തിന്റെ ആരോഗ്യരംഗം കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിയ നേട്ടങ്ങളെ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ നമ്മൾ ചോദ്യം ചെയ്യും. ജനങ്ങളെ അണിനിരത്തി ചോദ്യം ചെയ്യും. ഞാൻ പറയുന്നു, ഗവൺമെന്റിന് ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണ മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ പിന്തുണ മാത്രമല്ല, ഗവൺമെന്റിന് അവരുടെ പാർട്ടി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളേറ്റുന്ന സഖാക്കളുടെ പിന്തുണ പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്ന് ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറുടെ എന്ന് ഞാൻ പറയില്ല. അതിന്റെ മുമ്പേ ഹാരിസ് ചിറക്കൽ എന്ന സഖാവിന്റെ പോസ്റ്റ് നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ കണ്ണ് തുറക്കാത്ത കാത് കേൾക്കാത്ത നിങ്ങളെ ഈ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ അറബിക്കടലിൽ താഴ്ത്തുന്ന എന്നാലേ ഒരു മോചനം കേരളത്തിന് സാധ്യമാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പോരാട്ടം ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുമാനിച്ചിട്ടും ഈ മഴയുൾപ്പെടെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും മറ്റെല്ലാം മാറ്റിവെച്ച് പാവപ്പെട്ട രോഗികളുടെ അവസ്ഥക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യത്തോടെ ഈ സമരവേദിയിലേക്ക് കടന്നുവന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സമരാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സംഗമം, ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജ് അവഗണനകളുടെ സമരം തുടർച്ചയായി ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. ബഹുമാനപ്പെട്ട MPയുടെ ശ്രദ്ധയിലേക്ക് മെഡിക്കൽ കോളേജ് ആരോഗ്യ ശ്രദ്ധപ്പെടുത്താൻ വിട്ടുപോയി. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ HDSനും HDCക്കും കോടാനുകോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. കോടാനുകോടി രൂപ. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമിടുമ്പോൾ 100-ലേറെ കോടിയായിരുന്നു നിക്ഷേപം. ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ HDS മെമ്പറായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ HDSന്റെയും HDSന്റെയും അക്കൗണ്ട് കിട്ടാൻ പല ബാങ്കുകളും ഞങ്ങളെ സമീപിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന HDSൽ 2018 മുതൽ 1 രൂപയില്ല. ബഹുമാനപ്പെട്ട MPയുടെയും MPമാരുടെയും പാർട്ടിയുടെ നോമിനിയുണ്ട്. അവർ ചോദിച്ചാൽ മതി, അവർക്കറിയാം. അവരെന്താണ് ഞാൻ ഈ വില പറഞ്ഞത്. 1 രൂപ പോലും അക്കൗണ്ടിലില്ലാത്ത അക്കൗണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ HDSന്റെയും HDSന്റെയും അക്കൗണ്ട് മാറിയെങ്കിൽ അതുകൂടി ഗൌരവമായി കാണണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതെ, ഇത് സംസാരിക്കാനായി KPC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PN യാസനെ ക്ഷണിക്കുന്നു.